കോഴിക്കോട്ടും റിപ്പോർട്ടർ മാധ്യമ സംഘത്തിന് നേർക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം നടന്നിരുന്നു. മേപ്പയൂരിലും പേരാമ്പ്രയിലുമാണ് കോൺഗ്രസ് പ്രവർത്തകർ റിപ്പോർട്ടർ സംഘത്തിന് നേർക്ക് കയ്യേറ്റ ശ്രമം നടത്തിയത്. പേരാമ്പ്രയിൽ റിപ്പോർട്ടർ വാഹനം അടിച്ചു നശിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായി. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ ഇന്ന് തൃശൂരിലെ ഓഫീസിലേക്ക് ആക്രമണം നടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ നൽകിയ സ്വീകരണം, അവിടെ ഉണ്ടായ പരിപാടി, അത് റിപ്പോർട്ട് ചെയ്യാൻ വടകരയിലും പേരാമ്പ്രയിലും നിങ്ങൾ പോയപ്പോൾ എന്തായിരുന്നു അനുഭവം, അഭിജിത്ത്? സ്മൃതി, ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വളരെ മോശം പ്രതികരണമാണ്, പെരുമാറ്റമാണ് അന്ന് രണ്ടിടങ്ങളിലായി റിപ്പോർട്ടർ സംഘത്തിന് നേരെ ഉണ്ടായത്. ഒന്ന് മേപ്പയൂരിലും മറ്റൊന്ന് പേരാമ്പ്രയിലുമായിരുന്നു. ഈ രണ്ട് സ്ഥലങ്ങളിലും ഷാഫി പറമ്പിൽ എംപിയുടെ പ്രതികരണത്തിനായാണ് റിപ്പോർട്ടർ മാധ്യമ സംഘം എത്തിയത്. ആദ്യം മേപ്പയൂരിൽ വെച്ചായിരുന്നു ഒരു കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക വിഷയം ചൂണ്ടിക്കാട്ടിയുള്ള ഒരു പരിപാടിയായിരുന്നു. അവിടെ എം പി എത്തുന്നതിന് തൊട്ടു മുൻപ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ചെറിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി. അതിന് പിന്നാലെ ഷാഫി പറമ്പിൽ എം പി എത്തി. ഈ സമയത്ത് എം പിയുടെ പ്രതികരണം തേടുന്നതിനായി അടുത്തേക്ക് എത്തുന്ന സമയത്താണ് നമുക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായത്. നമ്മളെ പിടിച്ചു തള്ളുകയും അശ്ലീല പരാമർശങ്ങൾ, അസഭ്യവാക്കുകൾ ഉപയോഗിച്ച് നമ്മളെ നേരിടുകയും ചെയ്യുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകരെയാണ് അന്ന് അവിടെ കണ്ടത്. അതിനുശേഷം തൊട്ടു പിന്നാലെ ഷാഫി പറമ്പിലെ എം പിക്ക് പരിപാടി ഉണ്ടായിരുന്നത് പേരാമ്പ്രയിലാണ്. ഈ പേരാമ്പ്രയിലേക്കും നമ്മളെത്തി. അവിടെ വെച്ചും സമാനമായ സാഹചര്യമാണ്, സമാനമായ രീതിയിലുള്ള പെരുമാറ്റമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. വളരെ മോശം രീതിയിലുള്ള പദപ്രയോഗങ്ങളാണ് റിപ്പോർട്ടർ മാധ്യമ സംഘത്തിന് നേരെ അന്നവർ ഉപയോഗിച്ചത്. അതിൽ തന്നെ നമ്മുടെ വാഹനം അടിച്ചു തകർക്കാനുള്ള ഒരു ശ്രമം കൂടി അന്ന് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതാണ്ട് 10-30ഓളം കോൺഗ്രസ് പ്രവർത്തകർ അന്ന് വളരെ